വായിച്ചാൽ. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മക്കളാകുന്ന ഞങ്ങൾ നിന്റെ പാദപീഠത്തിലായിരിക്കുന്നു. പരിശുദ്ധാത്മാവേ, നീയാണ് ഞങ്ങളുടെ അധ്യാപകൻ. നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഇന്ന് പകൽക്കാലം നീ പഠിപ്പിക്കണമേ. നീ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ശത്രു വിചാരങ്ങളാൽ ചിന്തകളാൽ തടയുന്നതിനെയെല്ലാം മാറ്റി നിന്റെ വചനം ഗ്രഹിപ്പാൻ കൃപ നൽകണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഒന്നുകൂടെ ദയവായി വായിച്ചാലും. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. വിശ്വാസത്തിൻ്റെ പരിശോധന. നാം എല്ലാവരും കർത്താവിനെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ നാം എത്രമാത്രം കർത്താവിനെ വിശ്വസിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൻ്റെ പരിശോധന നമ്മിലുണ്ടാകും. ആ വിശ്വാസത്തിൻ്റെ പരിശോധന പല വിധത്തിലാണ് നമ്മളുണ്ടാകുന്നത്. രോഗങ്ങളിൽ കൂടെ വിശ്വാസത്തിൻ്റെ പരിശോധനയുണ്ടാകാം. പണത്തിൻ്റെ പ്രയാസങ്ങളിൽ കൂടെ പരിശോധനയുണ്ടാകാം. നാം എത്രമാത്രം കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ വിശ്വാസത്തെ പരിശോധിച്ചേ മതിയാകുകയുള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പരിശോധന വളരെ വന്നിട്ടുണ്ട്. ഒന്നല്ല, തിരിഞ്ഞു നോക്കിയാൽ എങ്ങനെയാണ് ആ സമയത്തെല്ലാം നിന്നുപോയത് എന്നോർത്താൽ ഞങ്ങൾക്കിപ്പോഴും ആശ്ചര്യം തോന്നുകയാണ്. യഹോവയായ ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്ന് നടത്തിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് നിൽപ്പാനിടയായത്. ഒരു പരിശോധന, എൻ്റെ പ്രിയ മകൻ ഇവിടെ ഇരിക്കുന്നല്ലോ, അവനൊരു 13 വയസ്സായപ്പോൾ ടൈഫോയിഡ് രോഗമുണ്ടായി. ടൈഫോയിഡ് രോഗമുണ്ടായി 16-ാമത്തെ ദിവസം പ്രാന്തനെ പോലെ ആയിത്തീർന്നു. ഇറങ്ങി ഓടുകയും, അപ്പോൾ ഒന്നുകിൽ ഞാനോ എൻ്റെ ഭാര്യയോ അവനെ പിടിച്ച് ബെഡിൽ പിടിച്ച് കിടത്തിയെങ്കിലേ കിടക്കുകയുള്ളൂ, അല്ലെങ്കിൽ കെട്ടിവയ്ക്കണം. തനി പ്രാന്തനായി. എന്നെ കണ്ടാൽ മുഖത്ത് തുപ്പും, ചെവിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് തുപ്പുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അപ്പോൾ കർത്താവിനോട് ഞങ്ങൾ ദിവസം തോറും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ, നിന്റെ കൃപ ഞങ്ങൾക്ക് പകരണമേ. മരുന്നിനോ വൈദ്യരിലോ ആശ്രയിക്കാതെ നീ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം. കർത്താവ് വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ നിൽപ്പാൻ കൃപ തരണമേ എന്ന് എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ചിലർ പറഞ്ഞു, ഇത് ശാമുവേൽ വലിയ പാപം ഏതോ ചെയ്തതുകൊണ്ട് ദൈവം ശിക്ഷയ്ക്കായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയവൻ്റെ മകൻ എങ്ങനെ പ്രാന്തനായിത്തീരുന്നത്. അപ്പം പ്രാന്തനായിത്തീർന്നു എന്ന് എല്ലാവരും അറിഞ്ഞപ്പോൾ അനേകർ ഞങ്ങളെ പുച്ഛിക്കുവാൻ തുടങ്ങി. ഞാൻ അതേ സ്ഥലത്ത് തന്നെ ക്യാപ്റ്റനായി ഇരുന്നതാണ്. അപ്പോൾ മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്നുള്ളവർ ആംബുലൻസ് കൊണ്ടുവന്നു. ഞങ്ങൾ രഹസ്യമായി ശുശ്രൂഷിക്കാം. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ മരുന്ന് വേണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിപ്പാനായി ഉള്ള പലരും അങ്ങ് പിന്മാറി. അവനെ പ്രാന്തനെ പോലെ ആയി തീർന്നു കഴിഞ്ഞപ്പോൾ മുൻപ് പ്രാർത്ഥനയിൽ സഹായിച്ചിരുന്നവരും അങ്ങ് ഭയപ്പെട്ടു മാറി. അപ്പോഴും കർത്താവിനോട് ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ കൃപ തരണമേ. അപ്പോൾ മകൻ മെലിഞ്ഞ് 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 വെറും എല്ലും തുലിയുമായി, തനി പ്രാന്തൻ. 16-ാം ദിവസം മുതൽ 33-ാമത്തെ ദിവസം എൻ്റെ കൂടെ മിലിറ്ററിയിലുണ്ടായിരുന്ന 5 ഓഫീസേഴ്സ് അവിടെ വന്നു. ഒരാൾ എന്നേക്കാൾ സീനിയർ മേജറായിരുന്നു. വേറെ 4 പേരും 2 പേര് അവരെന്നെ, ബാക്കിയുള്ളവർ എൻ്റെ ജൂനിയറായിരുന്നു. അങ്ങനെ 5 പേര് വന്നു. 5 പേര് വന്നു. മുറിയിൽ വന്നു മകനെ കണ്ടപ്പോൾ അവൻ വളരെ പ്രാന്തനെ പോലെ തുപ്പുകയും അതൊക്കെ ചെന്നപ്പോൾ അവർക്ക് വളരെ വിഷമം തോന്നി. അവർ ഓഫീസേഴ്സ് എല്ലാം കൂടി ഞങ്ങളുടെ യൂണിറ്റിലുണ്ടായിരുന്ന 33 ഓഫീസേഴ്സ് ഉണ്ട്. അവരെല്ലാം കൂടി ഒരു തീരുമാനമെടുത്തിരുന്നു. അവർ വിചാരിച്ചു, എനിക്ക് ഫീസ് കൊടുക്കാൻ കഴിയാത്തതിനാൽ എൻ്റെ മകൻ മരിച്ചു പോകട്ടെ എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്, അതുകൊണ്ട് ഞാൻ ചാകാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് അവർക്ക് എങ്ങനെയോ അങ്ങനെ ഒരു ചിന്തയുണ്ടായി. അപ്പോൾ അവരെല്ലാം കൂടെ, ഓഫീസേഴ്സ് എല്ലാം കൂടി തീരുമാനിച്ചു, എൻ്റെ മകനെ അവർ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അവൻ്റെ ഫീസെല്ലാം ഞങ്ങൾ തന്നെ കൊടുത്തുകൊള്ളാം. അങ്ങനെ അവരുടെ ഹൃദയത്തിൽ അങ്ങനെ ചിന്തയുണ്ടായിട്ട് അവരെല്ലാം കൂടെ 5 ഓഫീസേഴ്സ് വന്ന് എൻ്റെ അടുക്കൽ ഇങ്ങനെ സംസാരിക്കുകയാണ്.
മകൻ ആ പാഴ്സനേജിൻ്റെ ഒരു സൈഡ് മുറിയിൽ കിടക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഹാളിൽ ഇവരിരുന്ന് 5 പേരിരുന്ന് സംസാരിക്കുകയാണ്. അവർ പറയുകയാണ്, ഞങ്ങൾ ഓഫീസേഴ്സ് എല്ലാം കൂടി തീരുമാനിച്ചു, നിൻ്റെ കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, നീ അവനെ കൊല്ലണ്ട, അവൻ്റെ ഫീസല്ല ഞങ്ങൾ കൊടുത്തോളാം. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഹൃദയത്തിൽ പറഞ്ഞു, കർത്താവേ ഇത് ഞാൻ കേൾക്കണോ? അപ്പോൾ അവരെന്താ പറയുന്നത്, ഞാൻ അവരെ കൊല്ലുകയാണ്, ഫീസ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് കൊല്ലുകയാണ്, അവർ ഓഫീസേഴ്സ് എല്ലാം കൂടി അവരുടെ ഫീസ് കൊടുക്കാൻ പണം തരാം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഞാൻ ഇതും കേൾക്കണോ? അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് നിൻ്റെ മകൻ സൗഖ്യമായിരിക്കുന്നു. ഞാൻ ഉടനെ എഴുന്നേറ്റ് മുറിയിലോട്ട് പോയപ്പം മകൻ എന്നെ നോക്കി പപ്പാ എന്ന് വിളിക്കാൻ തുടങ്ങി, എന്നെ തിരിച്ചറിഞ്ഞു. ഉടനെ ഞാൻ അവനെ ഭാര്യയോട് അവനെ ഇവരും എല്ലും മാത്രമേ ഉള്ളൂ എടുത്തുകൊണ്ട് ഈ ഓഫീസേഴ്സ് ഇരിക്കുന്നിടത്ത് വരെ 5 ഓഫീസേഴ്സിനെയും തിരിച്ചറിഞ്ഞു. 5 ഓഫീസേഴ്സിനെയും തിരിച്ചറിഞ്ഞ് അങ്കിൾ ആ കൈസ ഓർ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. 5 പേരോടെ മുട്ടുകുത്തി, കസേരയിൽ നിന്നൊരു മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, നിൻ്റെ ദൈവം വലിയ ദൈവമെന്ന് ഞങ്ങളറിയുമെന്ന് പറയാനിടയായി. ഇന്നും അവൻ ആരോഗ്യത്തോടെ കർത്താവിൻ്റെ സേവ ചെയ്യുന്നു. കർത്താവിൻ്റെ സ്തോത്രം. അപ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധന. അപ്പോൾ ഞാൻ എൻ്റെ മിടുക്കൊണ്ട് നിന്നു എന്നല്ല പ്രിയമുള്ളവരെ, കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവേ ഞങ്ങളുടെ സമർപ്പണത്തിൻ്റെ ബലം കൊണ്ടല്ല, ഇപ്പോഴും എനിക്ക് ഭയം തോന്നുന്നു, ഞങ്ങളുടെ സമർപ്പണത്തിൻ്റെ ബലം കൊണ്ടല്ല. അനേക ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു, ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് കർത്താവ് നിർത്തുവാനിടയായി. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും വിശ്വാസത്തിൻ്റെ പരിശോധന വരും. അഥവാ നിങ്ങൾ ആ പരിശോധനയിൽ ഇപ്പോൾ അല്പം പുറകോട്ട് പോയെങ്കിലും ഭാരപ്പെടേണ്ട. കർത്താവേ, അന്ന് എനിക്ക് ഇത്ര അറിഞ്ഞുകൂടായിരുന്നു, എനിക്ക് നീ കൃപ തരണമേ കർത്താവേ. അടുത്ത വിശ്വാസത്തിൻ്റെ പരിശോധന വരുമ്പോൾ നിൽപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് നിൽപ്പാൻ കൃപ തരും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നതിൽ നിങ്ങൾ അതിശയോക്തി എന്ന് വിചാരിക്കരുത്. അഹങ്കാരത്തിന് വേണ്ടിയല്ല. ഞങ്ങളുടെ കൂട്ടായ്മയിൽ പല ഡോക്ടേഴ്സുണ്ട്, പല നേഴ്സുമാരുണ്ട്, മാട്രൺസ് ഉണ്ട്. ഒരു മരുന്ന് ഉപയോഗിക്കാത്ത ഡോക്ടർമാരുമുണ്ട്, ഒരു മരുന്ന് ഉപയോഗിക്കാത്ത നേഴ്സുമാരുമുണ്ട്. അതേ സമയത്ത് മരുന്ന് ഉപയോഗിക്കുന്ന ചില കർത്താവിൻ്റെ ദാസന്മാരുമുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടോ, മരുന്ന് ഉപയോഗിക്കാത്ത വിശ്വാസികളായ ഡോക്ടർമാരുണ്ട്, നേഴ്സുമാരുണ്ട്, മാട്രൺസ് ഉണ്ട്. ഒരു സഹോദരി ഹാർട്ട് അറ്റാക്കായി ഹൻസ്രാജ് സൈനിക ജഗാദ്രി ഹോസ്പിറ്റലിലെ ചീഫ് മാട്രനാണ്. അവർക്ക് ഹാർട്ട് അറ്റാക്കായി. എന്നിട്ടും കർത്താവിൽ മാത്രം ആശ്രയിച്ചിരിക്കാൻ കൃപ നൽകി. എന്നാൽ അതേ സമയത്ത് ഞങ്ങൾ മരുന്ന് ഉപയോഗിക്കരുത് എന്നൊരു നിയമം അവിടെ കൊണ്ടുവരുന്നില്ല. കർത്താവിൻ്റെ ദാസന്മാരാണെങ്കിലും അവർക്ക് വേദന സഹിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഞാൻ തന്നെ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകും. ഞാനല്ലോ നീ വീണുപോയെന്ന് പറഞ്ഞല്ല, ആശുപത്രിയിൽ കൊണ്ടുപോയി അവർക്ക് ശുശ്രൂഷിക്കും. വിശ്വാസികളാണെങ്കിലും ഞാൻ പിന്നെ അവരോട് കൂടുതൽ പ്രാർത്ഥിക്കാം, സഹോദര കുറച്ചുകൂടെ ഒരുങ്ങാം, ഇനി അടുത്ത ടെസ്റ്റ് വരുമ്പോൾ പാസ്സാകുവാൻ നമുക്ക് ഒരുങ്ങാം. അല്ല, ഒരു സഹോദരൻ ഇപ്പോൾ ഒരു കർത്താവിൻ്റെ ദാസൻ വേദന വന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മരുന്ന് ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരുമുണ്ട്. അവർക്ക് വേദന സഹിക്കാൻ പ്രയാസമാണെങ്കിൽ ഹാ എന്ന് പറഞ്ഞ് വേദന സഹിക്കുകയാണ്. ഞാൻ തന്നെ ആ കർത്താവിൻ്റെ ദാസനെ എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകും, ആശുപത്രി കൊണ്ട് ശുശ്രൂഷിക്കും. അദ്ദേഹത്തിൻ്റെ പണമില്ലെങ്കിൽ എൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. എന്തിനാണ്? ഇത് നിയമപരമായി കൊണ്ടുവരുന്ന ഒരു കാര്യമല്ല. ഓരോരുത്തരായി ക്രമേണ ഓരോരോ വളർച്ച പ്രാപിച്ച് മുൻപോട്ട് പോകുവാനാണ്. ആകയാൽ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ നിലനിൽക്കുവാൻ നാം വളരെ പ്രാർത്ഥനയോടെ ഒരുങ്ങിയിരിക്കണം.